ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന എക്സലിൻ്റെ ഒരു വേറിട്ട ഫംഗ്ഷനാണ്. അതിൻ്റെ ഫംഗ്ഷൻ്റെ പേരെന്ന് വെച്ചാൽ ഡീഗെറ്റ് ഫംഗ്ഷൻ. ഡീഗെറ്റ് ഫംഗ്ഷൻ ഇത് ആക്ച്വലി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ചെയ്തേക്കുന്നത്. ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞായിരുന്നു ഇച്ചിരി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഡീഗെറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വി ലുക്കപ്പ് എന്ന ഫംഗ്ഷനല്ലേ, വി ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്. അപ്പോൾ വി ലുക്കപ്പുമായിട്ട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ വി ലുക്കപ്പിനേക്കാൾ വെച്ച് പവർഫുൾ ആണ്. അത് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, ഇതൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഡീഗെറ്റ് തന്നെയാണ് നമുക്ക് എളുപ്പമുള്ളത്. ഓക്കെ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഹെഡറുള്ള ടേബിള്, അതിനകത്ത് നെയിം, ഏജ്, സാലറി, മാരീഡ്, അങ്ങനെയുള്ള ഫീൽഡ്സ് ഉണ്ട്. അതിന് താഴെ ഡേറ്റ ഉണ്ട്. ഓക്കെ, അപ്പോൾ താഴെ ഒരു ടേബിൾ ഉണ്ടല്ലോ, നെയിം, സാലറി. അപ്പോൾ ഞാനിവിടെ നെയിമിൻ്റെ ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ മനോജ് എൻട്രി കൊടുക്കുവാന്നെ, മനോജിൻ്റെ സാലറി ഇവിടെ വരണം. എത്ര? 1500 രൂപ, 1500. അതിവിടെ വരണം. ഇപ്പം സുനിലിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യുന്നതിന് ഇവിടെ 1000 റുപ്പീസ് വരണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരുന്നുള്ള ഡീഗെറ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാണിക്കാം. നമുക്ക് വീലൊക്കെ പൊട്ടും പറ്റും, പക്ഷേ ഡീഗെറ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. അതിൻ്റെ ഫോർമുലയുടെ സിൻടാക്സ് എന്ന് വെച്ചാൽ ഈക്വൽസ് ഡീഗെറ്റ്. ഓക്കെ, ഇനിയും ഡേറ്റാബേസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഏതാ ഡേറ്റാബേസ്? മേളത്തെ ടേബിൾ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ വീലൊക്കെ പോയി ചെയ്യുമ്പോൾ നമ്മൾ ആ ഹെഡർ സെലക്ട് ചെയ്തില്ല, നെയിം, ഏജ്, സാലറി, മാരീഡ്. പക്ഷെ ഇവിടെ നമ്മൾ ഹെഡർ ഉൾപ്പെടെ സെലക്ട് ചെയ്യണം. ഓക്കെ, അവിടെ വന്നു. ഇനിയും അടുത്ത എന്താ വേണ്ടിയേ? ഇത് കോമ ഇടുക. അടുത്തത് സാലറി. അപ്പോൾ സാലറി എന്നുള്ള ഹെഡർ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇൻവെർട്ടർ കോഡ്സിൽ ഇങ്ങനെ സാലറിന്ന് ടൈപ്പ് കൊടുത്താലും മതി, അല്ലെങ്കിൽ ആ സെൽ റെഫറൻസിൻ്റെ വാല്യൂ എടുത്താൽ മതി. അത് നമ്മൾ സാലറി എന്നുള്ള F2 കൊണ്ട് ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി എന്താ വേണ്ടിയത്? ഇനിയും നമുക്ക് നെയിമാണ് വേണ്ടത്. അതായത് സാലറി ആരുടെ വേണ്ടേ? ഏതോ ഒരു വ്യക്തിയുടെ ആ നെയിം എന്നുള്ള ഫീൽഡിൻ്റെ അടിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള D11 മുതൽ D12 വരെയുള്ള ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്ര സെലക്ട് ചെയ്താൽ നെയിം എന്നുള്ള ഹെഡറിൻ്റെ അടി വരുന്ന മനോജിൻ്റെ സാലറി ആണ് വേണ്ടത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. കേട്ടോ, മനോജിൻ്റെ സാലറി 1500 ഇവിടെ വന്നു. ഇനി നമ്മളിപ്പോൾ വേറെ ഒരാടെ അജിത്തിൻ്റെ സാലറി ആണ്. അജിത്തിന് എൻട്രി കൊടുത്താൽ മതി. അജിത്തിൻ്റെ 2000 രൂപ എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം സന്തോഷിൻ്റെ അന്നേരം. പക്ഷെ ശ്രദ്ധിക്കണം, സ്പെല്ലിങ് കറക്റ്റ്, പേരിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം. അത് മേളത്തെ ടേബിളിൽ കൊടുത്തേക്കുന്ന സെയിം സ്പെല്ലിംഗ് ആയിരിക്കണം ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം ഞാൻ സന്തോഷം എന്നുള്ളത് H കൊടുക്കാതെ ഇട്ട് കൊടുത്താൽ എറർ അടിക്കും. കണ്ടോ, അവിടെ എറർ സിൻടാക്സ് വരും. അപ്പം പേരെപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് ഇത് ബേസിക് ആയിട്ടുള്ളൊരു ഇതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉള്ള സിറ്റുവേഷൻസ് വരും. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. പക്ഷെ അത് ഞാൻ പിന്നീട് കാണിക്കും. ഇപ്പോൾ എല്ലാവരും കാണിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത് ബേസിക് ആയിട്ടുള്ള ഇത് പ്രാക്ടീസ് ചെയ്യുക. കുറച്ചുള്ള പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ പറയാനുള്ളൂ ഡീഗെറ്റ് ഫംഗ്ഷനെ പറ്റി. നല്ലൊരു ഫംഗ്ഷനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും ഇതോട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഓരോ ടേബിൾ, എക്സൽ ഷീറ്റൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഉടനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.